സൈൻ ഔട്ട് ചെയ്ത് പ്രഖ്യാപിക്കുന്നത്. വിത്ത് സിംബോളിസം സൈൻ ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കാൻ പിതാവിന്റെ പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായി എഴുതി പ്രഖ്യാപിക്കുക. രക്ഷാചരിത്രം മുഴുവൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ പറഞ്ഞു. അപ്പോൾ പിതാവ് ഒരുക്കിയ രക്ഷ, പുത്രൻ ഒരുക്കിയ രക്ഷ, പരിശുദ്ധാത്മാവ് ഒരുക്കിയ രക്ഷ, പിതാവ് പുത്രനെ ഒരുക്കുന്ന രക്ഷ അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ കുരിശു വരയ്ക്കലെന്ന് പറയുന്നത് നീ 10,000 സുഖസ്ഥാനത്തെ കാണുന്നതാണ്. അത്ര മഹത്തരമാണ്. നന്നായി ചെയ്യാൻ പഠിക്കണം. രണ്ടാമത്തെ രഹസ്യം എന്താണ്? പുത്രൻ തന്നെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പും എന്ന് പറഞ്ഞ് പുത്രനെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പും. ഈ 5 കാര്യമാണ് നമ്മൾ പ്രധാനപ്പെട്ടത്. ഈ രഹസ്യം നാം അംഗീകരിക്കണം. പുത്രൻ വരാൻ സ്വർഗ്ഗം വിട്ട് ലോകത്തേക്ക് വന്നു, അവനെ ജീവിതത്തിൽ പോയിരുന്നു, പീഡ സഹിച്ചു, മരിച്ചു, നമ്മളെ രക്ഷിച്ചു. ഇതാണ് ഏറ്റവും വലിയ വിശ്വാസം. രണ്ടാമത്തെ സത്യം. അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് എനിക്ക് പറയുന്നത് മുദ്രയിരിക്കേണ്ടത്? ഇവിടെയാണ് കർത്താവിന്മാരാണ് ചെയ്യുന്നത്. പള്ളികളിലൊക്കെ ഈ ജപം ചെല്ലാൻ വേണ്ടി തന്നെയാണ് മണിയടിക്കുന്നത്. പള്ളിയിൽ മണിയടിയത്താണ് ആദ്യം. ഒരു 5:30 5:20 ആകുമ്പോൾ ഒരു കൂട്ടം മണിയടിക്കും. അത് ആളുകൾ എഴുന്നേറ്റ് ഒരുക്കം മതി. 5:30 ആകുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ചെന്ന് കുരിശിച്ചിട്ട് കർത്താവിന്മാരായി ചെന്ന് 3 മണി വെച്ചടിക്കുന്നത് വേണ്ടിയ കർത്താവിന്മാരായി ചെന്ന് ഈ കർത്താവിന്മാരായ പ്രാർത്ഥനയിലാണ് ഈ രണ്ടാമത്തെ രഹസ്യം ചെയ്യുന്നത്. അവിടെ അവനെ രണ്ടാമത്തെ പോകുന്നത്. പിന്നെ രാവിലെ 3 മണിയടി കുർബാന അറിയിക്കും മതി. വൈകുന്നേരമാണെങ്കിൽ 6:50 ആകുമ്പോൾ നമ്മൾ കൂട്ടുമണി അടിക്കും. 7 മണിക്ക് കുരിശുമണി അടിക്കും. 7:30 ആകുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി 7, മറ്റു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള 7 അറിയിപ്പുമണി മറ്റു വിശ്വാസികളെ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുക. 8 മണിയാകുമ്പോഴേക്കും ഒരു കൂട്ടുമണി അടിച്ചിട്ട് എത്ര കുർബാനയുണ്ട്, എത്ര മണി അടിക്കുന്നു അത്രയും കുർബാന നടത്തപ്പെട്ടിട്ടുണ്ട് അറിയിക്കും. ദേവാലയ പണികളെല്ലാം അറിയിപ്പ് പണികളാണ്. ഒരാൾ മരിച്ചാൽ അവിടെ 1 2 മണി അടിക്കും. ഒരു വൈദികൻ മരിച്ചാൽ 1 3 അടിക്കും. ഒരു മെത്രാപ്പൊലീത്തൻ മരിച്ചാൽ 2 3 അടിക്കും. മാപ്പാപ്പ് മരിച്ചാൽ ഇപ്രാവശ്യം 5 മണി വെച്ചടിക്കണം. അപ്പോൾ ആര് മരിച്ചു എന്ന് പള്ളി അറിയിക്കുക.